വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 31st ഓഗസ്റ്റ്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 2nd സെപ്റ്റംബർ മുതൽ 6th സെപ്റ്റംബർ വരെയുള്ള വീക്കാണ്. നമ്മൾ ഓഗസ്റ്റ് മന്തും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിങ്ങോടുകൂടി സെപ്റ്റംബർ മന്തിലേക്ക് മൂവ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ കഴിഞ്ഞ വീക്കിലും നിഫ്റ്റി പുതിയൊരു ഉയരമായിട്ടുള്ള 25,268 എന്നുള്ളൊരു ന്യൂ ലൈഫ് ടൈം ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം 25,235 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നിഫ്റ്റിയുടെ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ ഒരു മൊമെൻറ്റം അടുത്തൊരു ടാർഗറ്റായിട്ടുള്ള 25,500 ലെവലിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ് ഇൻഡെക്സും ഒരു അപ്വേർഡ് ട്രെൻഡിൽ തന്നെ 59,286 മുകളിലേക്ക് ഉയർന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 19,307 എന്നുള്ളൊരു ഹയർ ലെവൽ തന്നെയാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ചാർട്ടിൽ കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഗോൾഡൻ പിക്ക് 4 മാർസൺസ് ഫാർമ എന്നുള്ളൊരു സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ഞങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയുണ്ടായി. ഗോൾഡൻ പിക്സിൽ നോർമലി ഞങ്ങൾക്കൊരു 50% ആണ്, ഒരു 50% പ്രോഫിറ്റാണ് ടാർഗറ്റായിട്ട് നമ്മൾ നോർമലി കീപ്പ് ചെയ്യാറുള്ളത്. ഞങ്ങൾ മാർസൺസ് ഫാർമ റെക്കമെൻഡ് ചെയ്തിരുന്നത് 160 ലെവലിലായിരുന്നു. ടാർഗറ്റ് 240 ആയിരുന്നു. 240 നമുക്ക് കഴിഞ്ഞ വീക്കിൽ അച്ചീവ് ചെയ്തത് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ പലപ്പോഴും നമ്മളൊരു ഇൻവെസ്റ്റേഴ്സിൻ്റെ നമ്മുടെ ക്ലയൻസിൻ്റെ ഒരു പലപ്പോഴും ഒരു മെസ്സേജ് വരുന്നത് കാണാറുള്ളത്, ടാർഗറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷം പലപ്പോഴും ഒരു 240 ലെവൽ ഞങ്ങളുടെ ടാർഗറ്റ് ആണെങ്കിൽ ആ 240 ടച്ച് ചെയ്തതിന് ശേഷം താഴേക്ക് ഒരു 236 അല്ലെങ്കിൽ 235 സ്റ്റോക്ക് താഴ്ന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ടാർഗറ്റിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് പലപ്പോഴും നമ്മൾ കേൾക്കാനിട വരാറുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഇപ്പോൾ നമുക്ക് കാണാം, ഈ മാർസൺ ഫാർമയുടെ 5 മിനിറ്റ് ചാർട്ടാണ് നമുക്ക് കാണാം. 28th 240 മുകളിലേക്ക് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തത് കാണാൻ സാധിക്കും. അതുപോലെ 29th വീണ്ടും ഈ സ്റ്റോക്ക് 242 ലെവൽ വരെയൊക്കെ മൂവ് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ 30th വീണ്ടും മാർസൺസ് ഫാർമ 242 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്യുന്നത് കാണാം. പക്ഷേ വളരെ കുറച്ച് സമയം മാത്രമേ ആ ലെവലിൽ ട്രേഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും ഞാൻ ഫ്രീക്വൻ്റായിട്ട് നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്, നമ്മൾ സെൽ ഓർഡേഴ്സ് നേരത്തെ പ്ലേസ് ചെയ്തിടുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ. കാരണം നമുക്ക് ഒരുപക്ഷെ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ സ്റ്റോക്ക് ടാർഗറ്റിൽ അച്ചീവ് എത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കണമെന്നില്ല ടാർഗറ്റ് പ്രൈസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും പറയുന്നത് GTT എന്നുള്ള ഓർഡർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുക എന്നുള്ളത്. അത് GTT എന്ന് പറഞ്ഞാൽ ഗുഡ് ടിൽ ട്രിഗേർഡ് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർസൺസ് ഫാർമ 200 ലെവലിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് 240 എന്നുള്ള സെൽ ഓർഡർ നമുക്ക് സിസ്റ്റത്തിൽ പ്ലേസ് ചെയ്യാനായിട്ട് GTT എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് പോയിട്ട് നമുക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ, സാധാരണ ഒരു ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അന്ന് വൈകിട്ട് 3:30 ക്യാൻസൽ ആയി പോകുന്നുണ്ടെങ്കിൽ GTT എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ സെൽ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ ഓർഡറിൻ്റെ നമ്മൾ എത്ര ഡേറ്റ് വരെ, ഒരു വർഷം വരെയും നമുക്ക് അതിൽ ഡേറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതുവരെയും സെൽ ഓർഡർ അവിടെ നിലനിൽക്കുകയും, അപ്പോൾ നമ്മൾ പിന്നീട് ഏതെങ്കിലും സമയത്ത് സ്റ്റോക്ക് ആ റേറ്റിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ബോദർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമുക്ക് പലപ്പോഴും നമ്മുടെ NRI ക്ലയൻസ് ആയിട്ടുള്ള പലരും, ഇപ്പോൾ ഈവൻ ജർമ്മനിയിലൊക്കെ ഉള്ള അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാർക്കറ്റ് ടൈം നമ്മുടെ മാർക്കറ്റ് തുടങ്ങുന്ന സമയത്ത് അവർ പലപ്പോഴും എഴുന്നേറ്റിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ ഇതുപോലെയുള്ള GTT ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് അവർ എഴുന്നേൽക്കുമ്പോഴേക്കും ഈ ഓർഡർ ഈ സ്റ്റോക്കുകൾ സെല്ലായി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പലരും ഇതിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളൊരു മൈൻഡ് ബ്ലോക്കായിട്ട് പലർക്കും സെൽ ഓർഡർ പ്ലേസ് ചെയ്യാനുള്ളൊരു മടിയുടെ, GTT ഓർഡറായിട്ട് പ്ലേസ് ചെയ്യാനുള്ള മടിയുടെ ഒരു കാരണം ഈ സ്റ്റോക്ക് വീണ്ടും കയറി പോയാലോ എന്നുള്ള ഒരു കാരണം കൂടിയുണ്ട്. പക്ഷേ അതൊരു ഗ്രീഡ് ഫാക്ടറാണ് സത്യത്തിൽ. നമുക്കൊരു ടാർഗറ്റിൽ നമുക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ആ ഒരു പക്വത നമ്മൾ കാണിക്കണം. അത് ഈ GTT എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുക. നമ്മുടെ ഫസ്റ്റ് ടൈം തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ GTT ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു ട്രിഗർ പ്രൈസ് കൂടെ സെറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ മർച്ചൻസ് ആകുമ്പോൾ നമുക്കൊരു 220 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെല്ല് നമുക്ക് 239 ഒരു ട്രിഗർ പ്രൈസും അതിനുശേഷം 240 സെൽ പ്രൈസുമായിട്ട് സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ 240 എന്നുള്ള എക്സാക്ട് പ്രൈസിൽ തന്നെ സെല്ല് ചെയ്ത് പോകും. പിന്നെ നമ്മൾ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു രീതിയിലൂടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പലപ്പോഴും 240 ആണ് സെല്ല് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ഡീലേഴ്സൊക്കെ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ 239.90 പ്ലേസ് ചെയ്യുള്ളൂ എപ്പോഴും. കാരണം അപ്പോൾ നമുക്ക് ആ 240 എന്നുള്ള ഒരു റൗണ്ട് ഫിഗറിൽ പലപ്പോഴും സെൽ ഓർഡേഴ്സ് ചിലപ്പോൾ ഒരു 10,000 ക്വാണ്ടിറ്റിയുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ നമ്മുടെ ഓർഡർ സെല്ല് ചെയ്ത് പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു 239.90 എന്നുള്ള ആ ഒരു ഫിഗറിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ റിറ്റെയിൽ ക്ലയൻസും കൂടെ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി നമ്മൾ തന്നെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ റിലയൻസിൻ്റെ AGM-ൽ ഒരു 1:1 ബോണസ് ഡിക്ലെയർ ചെയ്യുന്നതിനെ കുറിച്ച് അതിന് വേണ്ടിയിട്ടൊരു ഒരു ബോർഡ് മീറ്റിംഗ് അടുത്ത 5th സെപ്റ്റംബറിന് കൂടുന്നതിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ 1:1 ബോണസ് തന്നെയാണ് റിലയൻസ് കഴിഞ്ഞ 2017 ഡിക്ലെയർ ചെയ്തിരുന്നത്. ബോണസ് ഷെയർസിൻ്റെ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് അത് കൺസിഡർ ചെയ്യാനും ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവലിന് വേണ്ടി ആ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരൊരു മീറ്റിംഗ് വരുന്നത് 5th സെപ്റ്റംബറിനാണ്. ഈ ബോണസ് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം ഒരു 3000 ലെവലിലാണ് റിലയൻസിൻ്റെ ഷെയർസ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതല്ലേ. അപ്പോൾ അത് വരും. അതിനുശേഷം നമുക്കറിയാം 1:1 ബോണസ് എന്ന് പറയുമ്പോൾ റിലയൻസിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് ഒരു 1,500 അല്ല, ഒരു എക്സാക്റ്റ് 50%-ലല്ല, പക്ഷേ ഒരു 1,600 ലെവലിലേക്കൊക്കെ വരുമെന്നുണ്ടെങ്കിലും കുറേ കൂടി ലിക്വിഡിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും കമ്പനികൾ ഇതുപോലെ ഇങ്ങനെയുള്ള ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറച്ചുകൂടെ ഈസി ആയിട്ട് മൂവ് ചെയ്യും മുകളിലേക്ക്. അപ്പോൾ പലപ്പോഴും എന്താണ് ബോണസ് ഷെയർസ് എന്ന് മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു കമ്പനി അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് റിവാർഡ് ചെയ്യാനായിട്ട് ബോണസ് ഷെയർസ് ഇടയ്ക്ക് ഡിക്ലെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഇപ്പോൾ ഒരു 1:1 ബോണസ് എന്ന് പറഞ്ഞാൽ ഒരു ഷെയറിന് ഒരു ഷെയർ ബോണസ് ഫ്രീ ആയിട്ട് ലഭിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ 100 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് 100 ഷെയർസ് കൂടെ ലഭിക്കും. അപ്പോൾ അവരുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് 200 ആകും. അപ്പോൾ ഒരു പക്ഷേ സ്റ്റോക്ക് പ്രൈസ് ഒരു 500 ട്രേഡ് ചെയ്യുന്നൊരു ഷെയർ ആണെങ്കിൽ അത് 250 റുപ്പീസിലേക്ക് പ്രൈസ് ഹാഫായിട്ട് വരും. പക്ഷേ നമ്പർ ഓഫ് ഷെയർസ് 100 എന്നുള്ളത് 200 ആയിട്ട് കൂടും എന്നുള്ളതാണ് സാധാരണ നടക്കാറുള്ളത്. അതുപോലെ തന്നെ കമ്പനി ഇതുപോലെ ഒരു ഡിവിഡൻഡ് ക്യാഷായിട്ട് നൽകുന്നതിന് പകരം പലപ്പോഴും പലരും ഷെയർ ഹോൾഡേഴ്സിന് റിവാർഡ് ചെയ്യുന്നത് ബോണസ് ഷെയർസ് ആയിട്ടാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ബോണസ് ഷെയർസ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത് കമ്പനിയുടെ റിസർവ്സിനെ ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നമ്പർ ഓഫ് ഷെയർസ് ഓൾമോസ്റ്റ് 1:1 വരുമ്പോൾ ഡബിൾ ആകും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടെ ഒരു കോർപ്പറേറ്റ് ആക്ഷനും കൂടെ കമ്പനികൾ ചെയ്യാറുള്ളതാണ് സ്റ്റോക്കുകൾ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ ഫേസ് വാല്യൂ 10-ലാണെങ്കിൽ 10-ൽ നിൽക്കുന്ന കമ്പനികളുടെ ഫേസ് വാല്യൂ 5 ആക്കിയിട്ട് കമ്പനികൾ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ 1 ആയിട്ട് ഫേസ് വാല്യൂ 1 ആക്കിയിട്ട് മാറ്റാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്കറിയാം അഡീഷണൽ ഷെയർസ് വരുന്നില്ല, ഈ സ്റ്റോക്കുകളെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഫേസ് വാല്യൂ മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ബോണസ് ഇഷ്യൂ നടക്കുമ്പോൾ ഫേസ് വാല്യൂ ചേഞ്ച് ആവില്ല, പക്ഷേ നമ്പർ ഓഫ് ഷെയർസ് കൂടുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇതിലൊരു ഡിഫറൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് സീരീസിൽ വളരെ പോപ്പുലറായിട്ടുള്ളൊരു സീരീസാണ് ഡയമണ്ട് പിക്ക് സീരീസ് എന്നുള്ളത്. അതിൽ ഞങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡയമണ്ട് പിക്ക് 24 ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോക്ക് ഇപ്പോഴും ഒരു ബൈയിങ് റേഞ്ചിൽ തന്നെയാണ് ഉള്ളത്. അത് ഡയമണ്ട് പിക്ക് സീരീസിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യേണ്ടവരെ സംബന്ധിച്ചിടത്തോളം അത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞങ്ങളുടെ ഡയമണ്ട് പിക്കിൻ്റെ ഞങ്ങളുടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡയമണ്ട് പിക്ക് 16A ആയിട്ട് ഞങ്ങൾ നൽകിയിരുന്നത് ടൈം ടെക്നോപ്ലാസ്റ്റ് എന്നുള്ള സ്റ്റോക്കായിരുന്നു.
ഈ സ്റ്റോക്കിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സ്റ്റോക്ക് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് 80 എന്നുള്ള ആ ഒരു ലെവലിലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു 385 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു 381% അതിൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 18 ഗബ്രിയൽ ഇന്ത്യ എന്നുള്ള സ്റ്റോക്കിൽ ഞങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയുണ്ടായി. 275 ലെവലിലായിരുന്നു ഞങ്ങൾ ആ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് 550 എന്നുള്ള ഞങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ 100% പ്രോഫിറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്യുകയുണ്ടായി. ഗബ്രിയൽ ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്ത ഒരു റെക്കമെൻഡേഷനാണ്. ഈ സ്റ്റോക്കിലും നമുക്ക് അതുപോലെ തന്നെ മർസൻസ് ഫാർമയിലും കുറേയധികം പേർക്ക് ഞങ്ങളുടെ റെക്കമെൻഡേഷൻസിലൂടെ ഹ്യൂജ് പ്രോഫിറ്റ്സ് നേടാനായിട്ട് സാധിച്ചു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം ഞാൻ ഇതിൽ നിന്ന് പ്രോഫിറ്റ് ലഭിച്ചതിന് ശേഷമുള്ള കുറച്ച് ക്ലയൻസിൻ്റെ ഫീഡ്ബാക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. കാരണം നമുക്ക് പല ഫീൽഡിൽ നിന്നുള്ളവരും ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ബാങ്ക് മാനേജേഴ്സ്, അതുപോലെ NRIs, അതുപോലെ റിട്ടയേർഡ് NRIs തിരിച്ചു വന്നിട്ടുള്ളവർ, അതുപോലെ സാധാരണ വീട്ടമ്മമാരായിട്ടുള്ള ലേഡീസ്, ഇങ്ങനെ പലരുടെയും കുറേയധികം ഫീഡ്ബാക്സ് വന്നിട്ടുണ്ട്, കുറേയധികം പ്രോഫിറ്റ്സ് നേടി എന്നുള്ളത്. പക്ഷേ നമുക്കൊരു കുറച്ച് സെലക്റ്റഡ് ഫീഡ്ബാക്സ് മാത്രം എടുത്ത് നോക്കാം. കാരണം നമ്മൾ ഈ മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കുറേയധികം പേര് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ പോലെയുള്ള സെഗ്മെൻറ്റുകളിലൊക്കെ ട്രേഡ് ചെയ്ത് സ്പെക്കുലേറ്റ് ചെയ്ത് കുറേയധികം നഷ്ടങ്ങൾ വരുത്തുകയും അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വിശ്വസിച്ച് അവരതവിടെ നിർത്തി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊരു നല്ല സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് ആ സമയത്തെല്ലാം വളരെ പേഷ്യൻസോടുകൂടി സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യേണ്ടതുള്ളൂ. വലിയ പ്രോഫിറ്റ്സ് നേടാൻ എന്നുള്ളതിനുള്ള ഇവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എങ്ങനെയാണ് ഒരു നല്ല സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും കാണുന്നൊരു സ്റ്റോക്ക് എടുത്താൽ പലപ്പോഴും നമുക്കതുപോലെ കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ പലപ്പോഴും നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 100 ഷെയറും 200 ഷെയറും ഒക്കെ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു പ്രൊഫഷണലായിട്ട് ഒരു അഡ്വൈസോട് കൂടി നമ്മളൊരു സ്റ്റോക്ക് ഒരു അഡ്വൈസ് നമ്മളെടുത്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1-2 പ്രാവശ്യം കഴിയുമ്പോൾ കോൺഫിഡൻസ് വരികയും അതുപോലെ നമുക്ക് അതിൽ അങ്ങനെ കോൺഫിഡൻസോട് കൂടി നമ്മളൊരു സ്റ്റോക്കിലേക്ക് കുറച്ച് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഇവരെല്ലാം ചെയ്തിട്ടുള്ളതെന്നൊരു എക്സാമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നോക്കാം. അതിൽ നമുക്ക് 1-2 വോയിസുകൾ നമുക്ക് ആദ്യം തന്നെ കേൾക്കാം. 1-2 പേരുടെ വോയിസ് നമുക്ക് ഇതിലാദ്യത്തെ വോയിസാണ്. സായി സാറേ നമസ്കാരം. സാർ കഴിഞ്ഞ ദിവസം സാറിൻ്റെ ഗോൾഡൻ പിക്ക് 4 മാർസൻ ഫാർമ ഞാൻ സബ്സ്ക്രൈബ് ആയിരുന്നു. എനിക്ക് ടാർഗറ്റ് അച്ചീവായി. 160 ആയിരുന്നു സാറ് ബൈങ് റേഞ്ച് പറഞ്ഞത്. 240 പ്രോപ്പറായിട്ട് അത് ഫോളോ ചെയ്യുകയും ചെയ്തു. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ എനിക്കൊരു 52% പ്രോഫിറ്റ് കിട്ടി. വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ഒരു 3 വർഷത്തോളം സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനൊരു പ്രോഫിറ്റ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ട്രേഡിംഗ് സെക്ഷനായിരുന്നു. അപ്പോൾ അതിലെല്ലാം എനിക്ക് വലിയ ലോസുകളായിരുന്നു വന്നത്. പിന്നെ ഞാൻ കുറച്ചാൾ ഹോൾഡ് ചെയ്തു. പിന്നെ ഷെയർ മാർക്കറ്റ് സംഭവം വേണ്ടെന്ന് ആ ഒരു മൈൻഡിലായിരുന്നു. അതിനുശേഷമാണ് സാറിൻ്റെ പരിചയപ്പെടുന്നതും സാറിൻ്റെ വീഡിയോസ് കാണുന്നതും ശനിയാഴ്ച സാറിൻ്റെ വീഡിയോ വരുമ്പോഴത്തേക്കും ആ വീഡിയോയ്ക്ക് വേണ്ടി തന്നെ നല്ലൊരു വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ ഗോൾഡൻ പിക്ക് 4 സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അന്നേരം ആ സ്റ്റോക്ക് താഴോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ സാറിന് മെസ്സേജ് അയക്കുമായിരുന്നു, ഇത് ഡൗൺ ആവുന്നു സാർ, എന്ത് വേണം, പാനിക്കാവുന്ന സിറ്റുവേഷൻ എല്ലാം വരും. സാറ് നല്ല രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്തു. മെയിനായിട്ട് എനിക്ക് പറയാനുള്ള സാറേ, ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന വെച്ചൊരു ആർമിയിലാണ്. അപ്പം ഈ ജോലി തിരക്കിനിടയ്ക്ക് ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റില്ല. ഡ്യൂട്ടി ടൈമിലായാലും എല്ലാ ടൈമിലായാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വന്നതിന് ശേഷം ഒരു ടെൻഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് സ്റ്റോക്ക് നമ്മൾ മേടിച്ചിട്ടു, അതിപ്പോൾ ഇന്ന് നോക്കാൻ പറ്റിയില്ല, നാളെ നോക്കാൻ പറ്റിയില്ല, അല്ലെ ഒരാഴ്ച നോക്കാൻ പറ്റില്ലെങ്കിലും ആ ഒരു പ്രശ്നം അതിനകത്ത് വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനെ ഒരു സർവീസിലിരിക്കുന്നവർക്ക് എന്തുകൊണ്ടും ബെറ്റർ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അപ്പം വളരെ സന്തോഷം സാർ. ഇനിയും ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഗോൾഡൻ പിക്കും ഡയമണ്ട് പിക്കും സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അടുത്ത ഡയമണ്ട് പിക്കിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ്ങിലാണ്. സാറേ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അതുപോലെ നമുക്കൊരു ലേഡി ക്ലയൻറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ, മാർസൻ ഫാർമ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ നമുക്കൊന്ന് കേൾക്കാം.
ഗുഡ് മോർണിംഗ് സജീഷ് സാർ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗോൾഡൻ പിക്ക് ചൂസ് ചെയ്തത്. മാർക്കറ്റ് ഇലക്ഷൻ്റെ ടൈമിലും അതിനു മുന്നേ ഓരോ കറക്ഷനിലൊക്കെ ഇത് നന്നായിട്ട് ഇറങ്ങിയപ്പോൾ പേടിയുണ്ടായിരുന്നു. ഇപ്പം ഇടക്ക് സാറിന് മെസ്സേജ് ഇട്ടപ്പോൾ സാറ് പറഞ്ഞല്ലോ ഹോൾഡ് ചെയ്തോളാൻ. അങ്ങനെ ധൈര്യത്തോടു കൂടി ഹോൾഡ് ചെയ്തു. അങ്ങനെ ടാർഗറ്റ് 1 ഇയർ തികയ്ക്കണേക്ക് മുന്നേ പ്രതീക്ഷയില്ല എത്തും എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അയ്യോ ഇങ്ങനെ പോവുകയാണെങ്കിൽ ടാർഗറ്റ് എത്തുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സാറ് പറഞ്ഞ പോലെ തന്നെ 1 ഇയറിനുള്ളിൽ ടാർഗറ്റ് എത്തി. സന്തോഷം. വളരെ എന്താ പറയുക, നന്ദിയുണ്ട്. താങ്ക് യു സാർ. അതുപോലെ നമുക്കൊരു ഡോക്ടറുടെ എക്സ്പീരിയൻസ്, അദ്ദേഹം നമ്മുടെ സർവീസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ വളരെ രസകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ലെറ്റ് മീ കൺഗ്രാജുലേറ്റ് യു ആൻഡ് യുവർ ടീം ഫോർ ദ എക്സലൻറ്റ് വർക്ക് യു ആർ ഡൂയിങ്. Gabriel was a wonderful experience, as I had previous experience of booking 100% profit in Datamatics. I had the courage of investing 25 lakhs in Gabriel. Actually, I invest in Diamond Picks with an aim. Using Datamatics profit, I purchased 5 kV solar power rooftop system for my house. My son is doing MBBS in a government medical college, and his total expense may come around 20 lakhs by the time he finished his course. Now, with your help, he will be able to complete his course free of cost. By little bit of planning, everyone can do this like this. I wish more and more people utilize this wonderful opportunity in future. I think the latest diamond pick is still in buying range. Once again, I thank you and wish good luck to Sajesh sir and his entire team. അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാനിങ് ആണ്, കൃത്യമായിട്ട് ഓരോ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അതിൽ നിന്നുള്ള എമൗണ്ട് കണ്ടെത്തുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതിന് കണ്ടത്. അതുപോലെ മറ്റൊരു ക്ലയൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ്. വി ബോട്ട് ഗോൾഡൻ പിക്ക് 4 by quantity 6,500 at 157 and sold full quantity at 235, book profit of 5 lakhs. Thank you very much for the recommendation. With this profit, we managed to cover half of our expenses for my family tour to Turkey, and another half of the expenses covered by Diamond Pick 18. So total tour expenses being covered by your both recommendations. Once again, thank you very much for your good stock selection and making our tour free of cost. God bless you and your team. മറ്റൊരു ക്ലയൻറ്റിൻ്റെ പ്രോഫിറ്റാണ്. ഗബ്രിയൽ അദ്ദേഹം 119% പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്. 5,000 ക്വാണ്ടിറ്റി അദ്ദേഹം 251.18 വാങ്ങിയിരുന്നത്. 4,500 ക്വാണ്ടിറ്റി 549. 90 വിറ്റപ്പോൾ അദ്ദേഹത്തിന് ഒരു 14,93,000 പ്രോഫിറ്റാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതുപോലെ മറ്റൊരു ക്ലയൻറ്റിന് ഹാപ്പി ടു ഇൻഫോം ദാറ്റ് ഐ കുഡ് ബുക്ക് എ പ്രോഫിറ്റ് ഓഫ് 1,96,300 ഫ്രം Marson's Pharma and still holding 250 quantity. The profit would have been more if it was executed target price. There was some delay in execution from my broker side, and it was executed at 235.50. This is my first highest profit booking. Once again, thank you and your team. മറ്റൊരു എക്സ്പീരിയൻസ് ആണ്. Thanks. This was the first stock recommendation received in 2020 from you. And that moment of purchase was my first step to success in my life. My first investment amount was rupees 2 lakhs, and gained confidence from your words to invest more. Your videos are more inspiring for the investors, especially at the time of market correction. You inspired and I built my investment world. After 3.5 years, my investment is above 1.5 crore. I never thought that I can make this money through my salary, but you are my real hero in life. Thank you for the support. മറ്റൊരു ബാങ്ക് മാനേജറുടെ ഒരു ഫീഡ്ബാക്ക് കൂടെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം നമ്മുടെ സർവീസ് എങ്ങനെയാണ് അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം കവർ ചെയ്തിട്ടുണ്ട്. I am writing to express my profound gratitude for the invaluable guidance and support you have provided through your Diamond and Golden Pick subscriptions. As a bank manager with limited time to monitor each stock, your expertise has been nothing short of a blessing. I recently booked full profit in Golden Pick Marson's Pharma and secured my initial capital in the Diamond Pick Gabriel as per your advice. Another Diamond Pick Castrol, which I averaged during dips on your recommendation, is also nearing a 100% profit. This consistent success has given me confidence and peace of mind even during market fluctuations. I no longer fear downturns, knowing that the quality picks you recommended will bounce back
stronger than ever. The advantages of your picks are clear: reliability in doubling capital in less than 2 years, peace of mind as we ourselves are managing our investments, additional income through dividends often enough to offset the purchase price, continued after sale service including price alerts at significant points, detailed stock analysis that instills confidence. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇപ്പോൾ അദ്ദേഹം നമ്മുടെ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റ് നേടുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ജോലിയിലിരിക്കുന്നവരുടെ ഹെക്ടിക് ഷെഡ്യൂളിൻ്റെ ഇടയിൽ ഈ സ്റ്റോക്കുകളെ മോണിറ്റർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് എത്തുന്നതിന് മുമ്പൊക്കെ തന്നെ നമ്മൾ സ്റ്റോക്കുകളുടെ റേറ്റ്സിൻ്റെ മൂവ്മെൻറ്റുകളിൽ അപ്ഡേഷൻസ് നൽകാറുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും നമുക്കിതുപോലെയുള്ള GTT ഓർഡേഴ്സൊക്കെ നേരത്തെ തന്നെ പ്ലേസ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ചിലർ പ്രോഫിറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ അപ്ഡേഷൻസ് കൊടുക്കുകയും അതേസമയം കൂടുതൽ അപ്ഡേഷൻസ് ചെന്ന് വർക്കിനെ ഡിസ്റ്റർബൻസ് ആവാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളതാണ്. അതുപോലെ മറ്റൊരു ഫീഡ്ബാക്കാണ്: താങ്ക്സ് a lot to Mr. Sajeesh and team. Now I know the power of investment. Booked profit of 3 lakhs in Marsans. Now Gabriel is nearing target. Wish you all success. കൃത്യമായിട്ട് ട്രേഡിങ്ങിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പവർ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഓരോ സ്റ്റോക്കുകളിൽ നിന്നും 3 lakhs 4 lakhs ഒക്കെ നമ്മൾ പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്യുമ്പോൾ ഓരോ പീരീഡ് അതൊരു വലിയൊരു വെൽത്ത് ക്രിയേഷൻ പ്രോസസ്സായിട്ട് മാറുന്നതാണ് പലരുടെയും എക്സ്പീരിയൻസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു എക്സ്പീരിയൻസ് ആണ്: സജീഷ് സാർ നമസ്കാരം, ഞാൻ 10 വർഷത്തിന് മുകളിൽ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. മുൻപൊരു ബ്രോക്കർ സ്ഥാപനം എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ എനിക്ക് വേണ്ടി ട്രേഡ് ചെയ്ത് തരുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ട്രേഡിങ്ങിൻ്റെ എണ്ണം കൂടുന്നതല്ലാതെ എനിക്കൊരു ലാഭവും ഉണ്ടായിരുന്നില്ല, മാത്രമല്ല പലപ്പോഴും നഷ്ടവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങയുടെ ഗോൾഡൻ പിക്ക് 4 സബ്സ്ക്രൈബ് ചെയ്യുകയും ആദ്യമായി എനിക്ക് 50% മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. 4 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. കൂടാതെ ഡയമണ്ട് പിക്ക് 21 സബ്സ്ക്രൈബ് ചെയ്തിട്ടുമുണ്ട്. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള കോൺഫിഡൻസ് കിട്ടിയത് സാറിൻ്റെ അഡ്വൈസ് കാരണമാണ്. വളരെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. വേറൊരു ക്ലയൻറ്റിൻ്റെ മെസ്സേജാണ്: താങ്ക് യു സോ മച്ച് സാർ. No words to express my happiness. My first investment with the AAA. Sir, I am an ex-NRI. Did many business for last 11 years. Literally spoiled all my hard-earned money. But this profit of 2.75 invested just 2.75 lakhs brings my life back to confidence and lots of joy. Thank you and your team, especially Arun, who gave me a lot of support and confidence. മറ്റൊരു ക്ലയൻറ്റ് കൂടെ മാർക്സ് ആൻഡ് ഫാമയുടെ ഒരു ഫീഡ്ബാക്ക് തരുന്നുണ്ട്: സാർ, എനിക്ക് മാർക്സ് ആൻഡ് ഫാമയിൽ 162 3,800 ക്വാണ്ടിറ്റി വാങ്ങിയത് 239.95 വിൽക്കാൻ സാധിച്ചു. സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റെ ദീർഘകാല അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റോക്കിൽ ഇത്ര കോൺഫിഡൻ്റായി ഇൻവെസ്റ്റ് ചെയ്തതും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചതും. ഇതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം, മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിരുന്ന എന്നെ പോലുള്ള ഇൻവെസ്റ്റേഴ്സിനെ കൂടെ നിന്ന് ഏറ്റവും വളർച്ച സാധ്യതയുള്ള ഒരു കമ്പനിയുടെ അവകാശിയാക്കി ഭയപ്പെടാതെ എങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്ന് വളരെ കൃത്യതയോടെ പഠിപ്പിച്ചു തന്നതുകൊണ്ടാണ് ഇത്രയും നല്ല പ്രോഫിറ്റ് ലഭിക്കാൻ ഇടയായത്. സജീഷ് സാറിനെയും ടീം അംഗങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർമ്മിപ്പിക്കും. എല്ലാ നന്മകൾ നേരുകയും ചെയ്യുന്നു. അതുപോലെ മറ്റൊരു ക്ലയൻ്റാണ്: താങ്ക്സ് ഫോർ യു ആൻഡ് യുവർ ടീം ഫോർ എക്സലൻറ്റ് സ്റ്റോക്ക് സെലക്ഷൻ. I bought 6,650 shares of Marksan for an amount of 10,52,410 and booked full profit yesterday. I got a profit of rupees 5,40,572. Once again, thanks for you and your team എന്നുള്ള ഒരു ഫീഡ്ബാക്കാണ്. അതുപോലെ അവസാനമായിട്ടൊരു ഫീഡ്ബാക്ക് കൂടെ നമുക്ക് നോക്കാം. ഡിയർ സർ, താങ്ക് യു സർ. This is my first diamond pick. Exactly within 1 year it has become double. Thank you very much. Comparing the return of diamond pick, the fee charged is very meager. Thank you very much for you and your team. നമ്മുടെ ഡയമണ്ട് പിക്ക് 18 നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 370 ഡേയ്സ് ആണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ നമുക്കറിയാം ഇതൊരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടാക്സേഷൻ്റെ കേസിലും കുറച്ച് കുറവ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം ക്ലയൻസിന് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് പോർഷൻ ടാക്സിൻ്റെ എലിമെൻറ്റിലും കൂടെ സേവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ഡയമണ്ട് പിക്ക് 24 എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ റിലീസ് ചെയ്യുകയുണ്ടായി. അതുപോലെ ഞങ്ങളുടെ ഈ മാസത്തിലായിരിക്കും ഞങ്ങളുടെ ഗോൾഡൻ പിക്ക് 8 റിലീസ് വരുന്നത്. സെപ്റ്റംബർ മന്തിലായിരിക്കും. ഇത് രണ്ടും കൂടെ ഒരു കോംബോ പാക്കായിട്ട് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയും എടുക്കാവുന്നതാണ്. എന്തായാലും ഞങ്ങളുടെ ഗോൾഡൻ പിക്ക് 8 വേണ്ടിയിട്ടുള്ള പ്രീ ബുക്കിംഗ് ഞങ്ങൾ ഈ വീക്കിൽ തന്നെ തുടങ്ങുന്നതാണ്. അതുപോലെ ഞങ്ങളുടെ കഴിഞ്ഞ വീക്കിൽ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്ത സിംഗ് ഡെലിവറിയും അതുപോലെ തന്നെ വെൽത്ത് ബിൽഡർ പാക്കിലുള്ള റെക്കമെൻഡേഷൻസ് നോക്കാം. ഞങ്ങളൊരു ദീപാവലി പിക്കായിരുന്ന ജിൻഡാൽസോ 430 ലെവലിലായിരുന്നു ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത്. 690 ലെവലിലേക്ക് ആ സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ 60% പ്രോഫിറ്റ് ജിൻഡാൽസോയിൽ ലഭിക്കുകയുണ്ടായി. അതുപോലെ സ്റ്റെർലൈറ്റ് ടൂൾസ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 365 ലെവലിലാണ് റെക്കമെൻഡ് ചെയ്തിരുന്നത്. 475 അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 30% പ്രോഫിറ്റാണ് നമുക്കതിൽ ലഭിച്ചത്. അതുപോലെ വെൽകോർപ്പ് എന്നുള്ള സ്റ്റോക്ക് 570 എൻ്റർ ചെയ്ത് 715 നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഒരു 25% പ്രോഫിറ്റ് നമുക്കതിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ വെൽസ്പൻ ലിവിങ് 155 എൻ്റർ ചെയ്ത് 195 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 25% പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ വി ഗാർഡ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 465 എൻ്റർ ചെയ്ത് 525 വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റ് നമുക്കതിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ ഇഗ്ഗാരാഷി മോട്ടോഴ്സ് 505 എൻ്റർ ചെയ്തതിന് ശേഷം 635 നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 25% പ്രോഫിറ്റാണ് നമുക്ക് ആ സ്റ്റോക്കിൽ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ നമുക്ക് ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്സ് കഴിഞ്ഞ വീക്കിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് 32% ഉയർന്നും, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ 16% ഉയർന്നും, ഗോഡ്ഫ്രി ഫിലിപ്സ് 15% ഉയർന്നും, JM ഫിനാൻഷ്യൽസ് 15% ഉയർന്നും, ടാറ്റ ലെക്സി 14% ഉയർന്നും, സുന്ദരം ഫിനാൻസ് 14% ഉയർന്നും, KEC ഇൻ്റർനാഷണൽ 14% ഉയർന്നും, PNB ഹൗസിംഗ് ഫിനാൻസ് 12% ഉയർന്നും, 197 കമ്മ്യൂണിക്കേഷൻ 12% ഉയർന്നും, എറിക് ലൈഫ് സയൻസസ് 12% ഉയർന്നും, ബിർള സോഫ്റ്റ് 11% ഉയർന്നും, റാഡിക്കോ കെയ്ത്താൻ 10% ഉയർന്നും, ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി 10% ഉയർന്നും, ബജാജ് ഓട്ടോ 9% ഉയർന്നും, ബജാജ് ഫിൻസർവ് 9% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിൽ മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളായതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കും ഈ സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അടുത്തായി നമുക്കിനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ വീക്കിൽ 9,217.4 crores ഹെവി ആയിട്ടുള്ള ബയേഴ്സ് ആയിരുന്നു. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1,198.2 crores ബയേഴ്സും ആയിരുന്നു. അടുത്തായി നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ 23 ഓഗസ്റ്റിന് ക്ലോസ് ചെയ്തിരുന്നത് 24,823 26 ഓഗസ്റ്റിന് 187 പോയിൻറ്റ്സ് ഉയർന്നും, 27 ഓഗസ്റ്റിന് 7 പോയിൻറ്റ്സ് ഉയർന്നും, 28 ഓഗസ്റ്റിന് 34 പോയിൻറ്റ്സ് ഉയർന്നും, 29 ഓഗസ്റ്റിന് 99 പോയിൻറ്റ്സ് ഉയർന്നും, അതിനുശേഷം 30 ഓഗസ്റ്റിന് 83 പോയിൻറ്റ്സ് ഉയർന്ന് പുതിയൊരു ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 25,268 സെറ്റ് ചെയ്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. എന്തായാലും കഴിഞ്ഞ വീക്കിൽ 412 പോയിൻറ്റ്സ് ആണ് നിഫ്റ്റി ആഡ് ചെയ്തത്. എന്തായാലും കഴിഞ്ഞ വീക്കിലെ പെർഫോമൻസോടുകൂടി നിഫ്റ്റി ഓഗസ്റ്റ് മന്തിൽ 284 പോയിൻറ്റ്സിന് പോസിറ്റീവ് ക്ലോസിൽ വന്നിരിക്കുന്നത് നമുക്ക് ഈ മന്ത്ലി ചാർട്ടിൽ കാണാൻ സാധിക്കും. ജൂലൈ മന്തിൽ 940 പോയിൻറ്റ്സ് ആഡ് ചെയ്ത നിഫ്റ്റി ഈ മാസം ഓഗസ്റ്റ് മന്തിൽ 284 പോയിൻറ്റ്സ് കൂടെയാണ് ആഡ് ചെയ്തത്. അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. 200 DMA വരുന്നത് 22,507 100 DMA വരുന്നത് 23,533 50 DMA വരുന്നത് 24,440 20 DMA വരുന്നത് 24,593 അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ നമ്മൾ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. നിഫ്റ്റിയുടെ പിവറ്റ് പോയിന്റ് വരുന്നത് 25,126 അതിന് മുകളിൽ റെസിസ്റ്റൻസുകളായിട്ട് വരുന്നത് 25,377 25,519 25,771 26,177 27,085 എന്നീ ലെവൽസാണ്.
അതേസമയം 25,126 താഴെ സപ്പോർട്ടുകളായിരിക്കുക 24,984, 24,732, 24,336, 23,427, 22,961 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമ്മുടെ നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി റേഞ്ച് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 26,177ഉം ലോവർ റേഞ്ച് 24,336ഉം ആയിരിക്കും. പിവറ്റ് പോയിൻ്റായിട്ട് നിൽക്കുക 25,126ഉം ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ ഈ വീക്കിൽ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് NBCC ആണ്. NBCC ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു 186 ലെവലിലാണ്. ഈ ലെവലിന് മുകളിൽ NBCCയുടെ അടുത്ത റെസിസ്റ്റൻസ് 210 ആണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് NBCC ആണ്. അതുപോലെ നമ്മുടെ ട്രിപ്പിൾ എ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടൈം ടെക്നോപ്ലാസ്റ്റ് ആണ്. സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു 400 ലെവലിലാണ്. ടൈം ടെക്നോപ്ലാസ്റ്റിന് 400ന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ 448 ലെവലാണ്. നമ്മുടെ ഈ ചാർട്ടിൽ ടൈം ടെക്നോപ്ലാസ്റ്റ് എന്നുള്ളിടത്തൊരു ടി മിസ്സിംഗ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റോക്ക് ഈ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ട്രിപ്പിൾ എ ടെക്നിക്കൽ പിക്ക് ടൈം ടെക്നോപ്ലാസ്റ്റ് എന്നുള്ള സ്റ്റോക്കാണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ജിനസ് പവർ, ശാരദ എനർജി, CSC, LT ഫുഡ്സ്, അതുപോലെ തന്നെ ഗ്രാനുൾസ് ഇന്ത്യ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം നമുക്ക് അടുത്ത ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.